ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശ്വസിച്ചതിന് എല്ലാവർക്കും. അപ്പം നമുക്ക് ഒരു ഡേ ഇൻ ലൈഫ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് കാര്യപരിപാടികൾക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു 5-5:30 ആയപ്പോൾ ഞാൻ നീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ എണീച്ചപ്പോൾ ഞാൻ ഈ ഒരു പിങ്ക് ലൈറ്റാണ് കേട്ടോ ഇടാറ്. കാരണം എന്താ വെച്ചാൽ മറ്റേ വൈറ്റ് ഇട്ടാൽ ഇവന് പെട്ടെന്ന് നീക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പിങ്ക് ഇടുന്നത്. പക്ഷേ പിങ്ക് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവൻ എണീച്ച് വരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും സംഭവം ഒക്കെ അങ്ങനെയൊക്കെ എണീച്ച് ബെഡൊക്കെ സെറ്റായതിനു ശേഷം പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ബിസിനസ്സിൻ്റെ കുറച്ച് വീഡിയോസും ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ചുകൂടിയൊക്കെ നീച്ച പാടെ ഇതൊക്കെ വന്നിട്ടല്ല കേട്ടോ, കുറച്ച് സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ എല്ലാതൊന്നും ഡേ ഇൻ ലൈഫിൽ ഇതിൽ കാണിക്കുന്നില്ല. അതിൻ്റെ ഇടയിലുള്ള കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ മാത്രം ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം ഫുഡ് കഴിക്കുക, അതാണല്ലോ മെയിൻ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതിന് പോകാനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. സോ ഞാൻ പുതിയൊരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ പുതിയ ചെരുപ്പ് പുതിയ ഡ്രസ്സൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഷോ ഓഫ് ഉണ്ടാവല്ലോ, അപ്പോൾ ആ ഷോ ഓഫാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പൊതുവേ ഞാൻ ഇങ്ങനെ തന്നെയാണ്. പുതിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം അതുമ്പോൾ കിടന്ന് എന്താ പറയുക, ആയുമ്പോൾ കിടന്നൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. 2 ദിവസം ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നത്തെ നോർമൽ ചെരുപ്പ് കിടക്കണ ഭാഗത്ത് തന്നെ ഉണ്ടാവും ആ ചെരുപ്പും. പക്ഷേ ആ ഫസ്റ്റത്തെ ഒരു 2 to 3 ഡേയ്സ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കെയർ ചെയ്ത് കൊണ്ടുപോകും. അത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നു. പുതിയതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നല്ലോണം കെയർ ചെയ്യുമല്ലോ. അങ്ങനെ ബസ്സിൽ കയറി ഞാൻ സംഭവം നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ നോക്കിയതാണ്, ഫോൺ താഴേക്ക് പോയി. എന്തായാലും ഇതാണ് ഞാൻ ഫാഷൻ ഡിസൈനിങ് ആട്ടോ പഠിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് ഒരു 2-3 hours മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് പോകാം കേട്ടോ. പർച്ചേസിങ്ങിൻ്റെ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കാറില്ല, കാരണം എനിക്കിങ്ങനെ എന്താ പറയുക, ഷോപ്പിൽ കയറിയിട്ട് വീഡിയോ എടുക്കുക പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ്. അപ്പോൾ അത് നടക്കില്ല. പിന്നെ ബസ് കയറിയിട്ട് നേരെ വന്നത് സുസുക്കിൻ്റെ ഷോപ്പിലാണ്. കാരണം എന്താ വെച്ചാൽ എൻ്റെ വണ്ടി ഞാൻ സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് നമുക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിക്കണം. അപ്പോൾ ആ വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒരു ക്ലിപ്പ് എടുക്കാൻ വെച്ചാൽ വീട് മീൻസ് ആ മതിലും ആ ഒരു ചെടികളൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫോൺ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കളക്ട് ചെയ്യണം വിചാരിച്ചിട്ട് പോയതാണ് അവിടെ. പക്ഷേ സാധനം കിട്ടി, പക്ഷെ എനിക്കത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം ഞാൻ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. മൈക്കയുടെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയിട്ട് മീൻസ് ചെരുപ്പ് നിങ്ങൾ ഒന്നുകൂടി കാണേണ്ടി വരും. 2 ദിവസത്തെ പരിപാടി ഉണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും ആ ചെരുപ്പിനെ കാണുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെ വാങ്ങിയത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഒഫീഷ്യലി ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നത് കാരണം കുറച്ച് മെറ്റീരിയൽ നമ്മളെപ്പോഴും കളക്ട് ചെയ്ത് വെക്കണം. കാരണം ഈ ഡ്രസ്സ് പല മോഡലൊക്കെ അടിക്കുമ്പോൾ നമുക്ക് മെറ്റീരിയൽ ആവശ്യം വരുമല്ലോ. അപ്പോൾ അതാണ് ആദ്യം മേടിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഹിമിയുടെ ബ്രാൻഡിൻ്റെ ഒരു കളേഴ്സിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കെച്ച് ബുക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മുന്നേ ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് ക്രോഷ്യൻ്റെ ഹുക്കാണ് കേട്ടോ. എൻ്റെ അടുത്തുള്ളത് ഒരു 2.5 ആണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് അതിലുള്ള ആൾ പറയണത്. ഒരു 4 മേടിക്കണം, 4 ആണ് നിങ്ങൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന്. പക്ഷേ എനിക്കതറിയില്ലായിരുന്നു. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നതാണ് ആ ക്രോഷ്യൻ്റെ ഹുക്ക് 2.5. നമുക്ക് എത്ര എടുക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് വന്നത്. ഓക്കെ, അപ്പോൾ അത് 2 ഹുക്കാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. നമുക്ക് ക്രോഷ്യൊക്കെ മെല്ലെ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ മുന്നേ ഞാൻ ടെസ്റ്റ് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ് നൈഫുകൾ മേടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയും ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ എൻ്റെ മൈക്കയുടെ കാര്യം. ഇത് അവിടെ പോയപ്പോൾ പിന്നെ ഒരു കവർ കണ്ടിട്ടുണ്ടായിരുന്നു. കവർ കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോൺ കേസ് ഇങ്ങനെ മാറ്റി യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ സിലിക്കോൺ ടൈപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ആ കളേഴ്സൊക്കെ കണ്ടപ്പോൾ നല്ലൊരു ഗ്രേപ്പ്, നല്ലൊരു ഷെയ്ഡല്ലേ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പർച്ചേസ് ചെയ്ത് 150 rupees ഉള്ളൂ. അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് പിന്നെ എൻ്റെ മൈക്കയുടെ കാര്യം. ഇതിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇത് C ടൈപ്പാണ്.
അപ്പോൾ എൻ്റെതാണെങ്കിൽ iPhone 12 ആണ്, ഇതിന് C ടൈപ്പ് അല്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളുണ്ടായിരുന്നു. ഞാൻ എന്തായാലും അത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ പോയപ്പോൾ ഒരു കിൻഡർ ജോയ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഹാരി പോട്ടറിൻ്റെ. ഇപ്രാവശ്യമെങ്കിലും ഒരു ഹാരി പോട്ടർ കിട്ടണേ വിചാരിച്ചിട്ടാണ് മേടിച്ചത്. ബട്ട് സ്റ്റിൽ ഹാരി പോട്ടറിൻ്റെ ഒരു തലെങ്കിലും കിട്ടിയിട്ടുണ്ട്. ഹാപ്പിയാണ് കുറച്ചൊക്കെ. എന്തായാലും അത് വെച്ച് അത് ഈ പെൻസിലിൻ്റെ ഒക്കെ ടോപ്പിലൊക്കെ ഇട്ട് വെക്കാമെന്നാണ് അവർ പറയുന്നത് കേട്ടോ. അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യൂല. പിന്നെ ഇതിൻ്റെ മിഠായി ഇത് ഭയങ്കര ടേസ്റ്റാണല്ലോ. അപ്പോൾ ഇത് ഞാനൊന്ന് കഴിച്ചു, പിന്നെ അവനക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവനക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ ഫുള്ള് കഴിച്ചു കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ 4 മണി ആയിക്കോണം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്ത്. അപ്പോൾ ഞാൻ കുടിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒക്കെ ഒന്ന് സെറ്റായതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ വന്നിക്കണം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പപ്പടം, ചമ്മന്തില്ല മീൻ, കൂട്ടാൻ, അങ്ങനത്തെ കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ചെയ്യാൻ പോയത് ക്രോഷ്യ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ കുറേ ആയി ക്രോഷ്യ ചെയ്യണം വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് വയ്ക്കൂല, ഒന്നാമത് എനിക്ക് അറിയൂല. അപ്പോൾ ആദ്യം മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടൊരു മടി പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. നമുക്ക് ചെയ്യാൻ അറിയുന്ന കാര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എവിടെ വേണമെങ്കിലും പോയിട്ട് ചെയ്യാമല്ലോ. ഇതങ്ങനെയല്ല, എനിക്കറിയില്ല. അപ്പോൾ ആദ്യം വീഡിയോസൊക്കെ നോക്കിയതിന് ശേഷം അത് പഠിച്ചതിന് ശേഷമൊക്കെ വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. ഞാൻ പറയട്ടെ, എനിക്ക് ക്രോഷ്യ സെറ്റ് ആവുന്നില്ല. ബട്ട് സ്റ്റിൽ ഞാൻ അത് സെറ്റാക്കി എടുക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളാരെങ്കിലുമൊക്കെ ക്രോഷ്യൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വല്ല ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. കമൻറ്റിൽ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാനിത് ഫസ്റ്റത്തെ ആ നോട്ടുണ്ടല്ലോ, അത് ഞാൻ ഓക്കെ ആയിട്ടിട്ടു. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു നോട്ടുണ്ട്, അത് സെറ്റായി. അതും കുറേ ടൈം എടുത്തിട്ടാട്ടോ സെറ്റായത്, വേറെ കാര്യം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ ഒന്നും പ്രോപ്പറായിട്ടുള്ള ചെയിൻ വരുന്നില്ല. ഒന്ന് നേരം പോലെ ആണെങ്കിൽ പിന്നെ ഒന്ന് കിടന്നുകൊണ്ട്, പിന്നെ നേരം പോലെ ആണെങ്കിൽ കിടന്നുകൊണ്ട്, അങ്ങനത്തെ ഒക്കെ ഒരു വൈബിലാണ് വന്നത്. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ഡെസ്കിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കുറച്ച് ഞാൻ എൻ്റെ ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മിനി കലണ്ടറിൻ്റെ സെറ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. ജസ്റ്റ് 50 റുപ്പീസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് പോട്ടെ. ഇനി നമുക്ക് നമ്മുടെ ഹിമയുടെ ഈ പാലറ്റ് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല ഫുള്ളായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അൺബോക്സ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളത്, പുതിയതാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ജസ്റ്റ് ഇത് പീൽ ചെയ്ത് വെക്കാം, സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ എനിക്ക് തോന്നി പീൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പൂപ്പലും പായലൊക്കെ വന്നാലോ. ചില വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട് ഇങ്ങനെ പൂപ്പലൊക്കെ വന്നിട്ട് പിന്നെ രണ്ടാമത് അവരിങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പീൽ ചെയ്യാം, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പീൽ ചെയ്യാം, പിന്നെ പീൽ ചെയ്യണില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, ഫൈനലി ഞാൻ പകുതി മാത്രം പീൽ ചെയ്ത് കളഞ്ഞ്. പിന്നെ ഞാൻ അതിലേക്ക് വെച്ച സമയത്ത് അതെനിക്കൊരു തീരെ എന്താ പറയുക ഒരു രസമില്ലാത്ത പോലെ തോന്നുകയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കര എന്താ പറയുക, ആ ഫുള്ള് ആ വൈറ്റ് തന്നെയാണല്ലോ കാണുന്നത്, അല്ലാതെ അതിൻ്റെ കളേഴ്സൊന്നും മിക്സ് ആയിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നി വേണ്ട, ഇത് അത്ര ഒരു ബോറിങ് പരിപാടിയാണ്, നമുക്കത് ഫുള്ളായിട്ട് തന്നെ പീൽ ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് ഞാൻ. അപ്പോൾ ഞാനത് എന്ത് ചെയ്യാണ്, ഫുള്ളായിട്ട് അതിൽ നിന്ന് വീണ്ടും എടുത്തിട്ട് ഫുള്ളായിട്ട് പീൽ ചെയ്ത് കളയാട്ടോ. ഞാൻ മറ്റേത് ഫുള്ള് പീൽ ചെയ്തതൊക്കെ ഞാൻ അതിന് ഒട്ടിച്ച് അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് വെക്കും കൂടി ചെയ്തു. പക്ഷേ എന്നിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയുക, രസമില്ല കാണാൻ. ഇത്രയും വലിയൊരു സാധനം മേടിച്ചിട്ട് ഇങ്ങനെ രസമില്ലാതെ വെക്കുമ്പോൾ ഒരു ജാതിയല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഫുൾ പീൽ ചെയ്തു. അങ്ങനെ ഫുൾ പീൽ ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ വെച്ചത് കേട്ടോ. പിന്നെ എനിക്കത് അതിൻ്റെ മേലെ വെക്കുമ്പോൾ അതതിമ ഒട്ടിപ്പിടിക്കുമോ പെയിൻ്റ് അതിമ ആവുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആവുന്നില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് അതൊക്കെ ഒരു പ്രഹസനം മാത്രം. പിന്നെ കുറച്ച് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഇത് ഓൾറെഡി ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്പീക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു, നല്ലൊരു ക്യൂട്ട് ഒരു റേഡിയോൻ്റെ ഒക്കെ ഒരു ഷേപ്പിലുള്ള സ്പീക്കർ ആട്ടോ. അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഒക്കെ നല്ല അടിപൊളിയാണ്. 450 റുപ്പീസാണ് ഇതിനായത്. ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചില ഇൻസ്റ്റാഗ്രാം സൈറ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റേറ്റ് വെച്ചപ്പോൾ അവർ 700 ഒക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് മീഷോയിൽ എന്താ പറയുക റേഡിയോ സ്പീക്കർ അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ സാധനം വന്നു. അപ്പോൾ നോക്കിയപ്പോൾ 450. വാവ് സൂപ്പർ. അപ്പോൾ അങ്ങനെ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ഞാൻ കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സാധനം മേടിച്ചതാണ്. ഇതൊരു ആയുർവേദിക്കിൻ്റെ ശേഷ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ എന്താ പറയുക രക്തചന്ദനം എന്താ പറയുക അരച്ചതാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ കളറൊക്കെ കാണുമ്പോൾ അത് തന്നെയാണെന്നാണ് തോന്നുന്നത്. പിന്നെ ആയുർവേദിക് ആണല്ലോ, അപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ആ സാധനം മേടിച്ചത് കേട്ടോ. എന്നാലും നമുക്ക് യൂസ് ചെയ്തിട്ടൊക്കെ നോക്കി നോക്കാം. കുരുക്കളും പാടുകളൊക്കെ പോകുന്നതാണ് പറയുന്നത്. നൈറ്റ് ക്രീമാണ്. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ സ്ക്രോൾ ചെയ്ത് പോയ സമയത്ത് ഒരു എന്താ പറയുക പരസ്യം കണ്ടു ഇങ്ങനത്തെ ജ്വല്ലറീസിൻ്റെ. അപ്പോൾ അതിൽ നല്ല വില കുറവായിട്ട് കണ്ടു. ചില 150 റുപ്പീസിൻ്റെയൊക്കെ റിങ്സും കാര്യങ്ങളൊക്കെ 99 റുപ്പീസൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചതാണ് അത്. പക്ഷേ ഫ്ലോപ്പായി പോയോ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറച്ച് നോയ്സും കാര്യങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ ഇപ്പോൾ എൻ്റെ വീട്ടിലാണെന്നിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നോയ്സും കാര്യങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ മൈക്ക് സെറ്റായിട്ടില്ല, അപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വഴിയെ ശരിയാവും. ഞാൻ ഈ ഒരു ഫ്ലവർ ഷേപ്പിലുള്ള റിങ് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഒരു ഗോൾഡൻ ഷെയ്ഡല്ല ഇത്, ഒരു ആൻറ്റിക് ഗോൾഡ് ഉണ്ടല്ലോ. എനിക്കങ്ങനെ ആൻറ്റിക് ഗോൾഡ് വലിയ ഇഷ്ടമല്ല. എനിക്ക് നല്ല ഗോൾഡ് കളറാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് വന്നപ്പോൾ ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എന്ന് വിചാരിച്ച്. പിന്നെ ഈ ഒരു ചെമ്പിൻ്റെ കളറുള്ള ഈ റിങ്സൊക്കെ ഞാൻ എന്താ പറയുക ഒരു 450ക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഷിപ്പിംഗ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് സാധനം സെറ്റ് ചെയ്ത് അത് മേടിച്ചത് കിട്ടും. അല്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചൊന്നുമല്ല. ഞാൻ ആ ഫ്ലവറിൻ്റെ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. പിന്നെ ആ ബാങ്കിളും, അത് രണ്ടും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്തായാലും പിന്നെ ആ റേഡിയോ എടുത്തിങ്ങനെ നോക്കാനൊരു സുഖം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ മേടിച്ചത് കുറച്ച് സ്കിൻ കെയറിൻ്റെ പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കോസ്മെറ്റിക്കൽസിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് ആണ് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇത് പിറ്റേ ദിവസം മേടിച്ചതാട്ടോ. ഇതൊരു ഡേ ഫുള്ളായിട്ടുള്ളതല്ല, ഒരു 2-3 ദിവസത്തൊക്കെ. പിന്നെ കുറച്ച് അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ. അതാണ് അങ്ങനെ അതിൻ്റെയൊക്കെ പല ദിവസങ്ങളിലുള്ള വീഡിയോസ്, അല്ലാതെ ഒരൊറ്റ ദിവസം പോയി ഇതെല്ലാം കൂടി പർച്ചേസ് ചെയ്തതല്ല കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഈ സെറ്റാഫീൽഡ് മോയ്സ്ചർ ഞാൻ കുറേ വീഡിയോസിൽ കുറേ ആൾക്കാർ യൂസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് മേടിച്ചത് കേട്ടോ. ജസ്റ്റ് നല്ല അടിപൊളി സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതും നല്ല എന്താ പറയുക ഫേസിന് ഡാമേജ് ആവില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. പിന്നെ കുറച്ച് എക്സ്പെൻസീവാണ്, ഞാൻ പറഞ്ഞല്ലോ. കുറച്ച് പൈസ കയ്യിൽ വന്നാൽ പിന്നെ നമ്മൾ കുറച്ച് ആർഭാടം കുറച്ച് കൂടുതലാണെന്ന് പറയുന്നത് പോലെ. പക്ഷെ ഇതൊന്നും വലിയ ആർഭാടമൊന്നും അല്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഡോട്ട്&കീയുടെ സൺസ്ക്രീൻ ആയിരുന്നു കേട്ടോ അത്, വാട്ടർ മെലോണിൻ്റെ വരുന്നത്. അത് അത്യാവശ്യം നല്ല റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചതായിരുന്നു അത്. ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് ഒരു ഡെർമോഡോക്കിൻ്റെ ആയിരുന്നു. അത് പിന്നെ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ യൂസ് ചെയ്തു, പിന്നെ ഞാനതങ്ങനെ നിർത്തി. പിന്നെ നിങ്ങൾ ആരെങ്കിലും ലിപ്സ്റ്റിക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയുക വില കൂടി ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് ലിപ്പൊക്കെ ആവുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലോണം കുറക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു 1 മന്ത് ഡാസ്ലറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ ഞാൻ ലാക്മിയുടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആ 1 മന്ത് ഡാസ്ലറിൻ്റെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ലോണം ബ്ലാക്ക് കളർ വന്നിട്ടുണ്ടായിരുന്നു ലിപ്പ് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും മാറ്റിയിട്ട് ഇപ്പോൾ റെനഡ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നല്ല അടിപൊളിയാണ്, ഒരു കുഴപ്പമില്ല ലിപ്പിന്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് മാറ്റി യൂസ് ചെയ്യുക. കാരണം നമ്മുടെ ലിപ്പിന് ഡാമേജസും കാര്യങ്ങളൊന്നും വരത്തില്ല. ഓക്കെ, അപ്പോൾ ഇനി കപ്പും സോസറും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പിന്നെ ആ സിസോയിൽ പോയപ്പോൾ ഞാനൊരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, ബാസ്ക്കറ്റ്. അപ്പോൾ അതിൻ്റെതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വൈക്കപ്പ് ചെയ്യാനായി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതേപോലെ എന്തെങ്കിലുമൊക്കെ കമന്റ് ഒക്കെ ഇട്ടോ. പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവല്ലോ. അപ്പോൾ ഹലോ, ബൈ, സീ യു.